സൗത്ത് ഇന്ത്യയുടെ ഞങ്ങളുടെ ഇരിക്കുന്നത് മഞ്ജു ചേച്ചി, എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഈ വെയിലത്ത് ചൂടത്ത് കുറേ നേരമായി കാത്തു നിൽക്കുന്നു എന്നറിയാം. ഈ തരുന്ന സ്നേഹത്തിന് പകരം നൽകാൻ എനിക്ക് 10,000 മടങ്ങ് തിരിച്ച സ്നേഹം മാത്രമേ ഉള്ളൂ. ഇന്ന് ഇപ്പോൾ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം റീഗൽ ജ്വല്ലേഴ്സിന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഈ അടുത്താണ് കടന്നു വന്നത്. അപ്പോൾ റീഗൽ ജ്വല്ലേഴ്സിന്റെ തന്നെ 12ാമത്തെ ഷോറൂമാണ് അത്. പാലക്കാടുള്ള ഷോറൂമിൽ ഞാൻ റീഗൽ കുടുംബത്തിൽ അംഗമായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ഷോറൂം ഇനോഗ്രേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലേക്ക് കടന്നു വരാൻ ഇത് ശരിക്കും ഒരു സൗഹൃദത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റീഗൽ ജ്വല്ലേഴ്സിന്റെ ഈ ഒരു അസോസിയേഷൻ മുമ്പ് തന്നെ ഇതിന്റെ വൈഫ് പല്ലവിയായിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എൻ്റെ പല കോസ്റ്റ്യൂംസും ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് പല്ലവിയായിരുന്നു. അപ്പോൾ പല്ലവിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടി സോ പാലക്കാടിന് നമസ്കാരം. നിങ്ങളെല്ലാവരും ഇതാ ഒരു മാറ്റം നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പാലക്കാടിന്റെ മണ്ണിൽ ഇതാ സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് റീഗൽ ജ്വല്ലേഴ്സ് അവരുടെ ഏറ്റവും പുതിയ ഷോറൂം പാലക്കാട് ഇവിടെ ഇതാ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സജ്ജമായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ മലയാളത്തിന്റെ അല്ല സൗത്ത് ഇന്ത്യയുടെ ഫിലിം ഇൻഡസ്ട്രി റൂൾ ചെയ്യുന്ന മഞ്ജു വാര്യർ, മഞ്ജു ശേഷി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരാനായിട്ട് പോവാണ്. അരനൂറ്റാണ്ടിന്റെ പരമയുടെ അല്ലെങ്കിൽ പാരമ്പര്യമുള്ള നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് നമുക്കറിയാം കേരളത്തിലും കർണാടകത്തിലുമായിട്ട് അത്രയധികം ഔട്ട്ലെറ്റ്സും ഷോറൂമുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൊമെന്റിലാണ് പാലക്കാടിന്റെ ഔട്ട്ലെറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മഞ്ജു ചേച്ചി ഈ ഒരു വേദിയിലേക്ക് എത്താൻ പോകുന്നത്. സോ അൺകട്ട് ഡയമണ്ട്സ് ആയിക്കോട്ടെ, ചെട്ടിനാട് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുകയാണ്. സോ റീഗൽ ജ്വല്ലേഴ്സിന്റെ പാലക്കാട് ഇന്നത്തെ ഷോറൂം ഇനോഗ്രലിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം റീഗൽ ജ്വല്ലേഴ്സ് അരനൂറ്റാണ്ടായിട്ട് കേരളത്തിലും കർണാടകയിലും നമ്പർ 1 ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബൈബാക്കിലായാലും അതുപോലെ 100% പ്യൂരിറ്റിയിലായാലും യൂണിക് ഡിസൈൻസിലായാലും റീഗലിനെ മാറ്റി വയ്ക്കാനായിട്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല. അത്രയും ഒരു ബ്രാൻഡ് നെയിമായിട്ട് റീഗൽ ജ്വല്ലേഴ്സ് മാറിക്കഴിഞ്ഞു. 1978 ആരംഭിച്ച് ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് ആണ് റീഗൽ ജ്വല്ലേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സോ 50 വർഷത്തിന്റെ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായിട്ടാണ്, ലെഗസിയുമായിട്ടാണ് റീഗൽ ജ്വല്ലേഴ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മഞ്ജു ശേഷി ഈ ഒരു വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും. മഞ്ജു ശേഷി എന്ത് ഡ്രസ് ഇടും എന്നാണ് തോന്നുന്നത്? ലക്ഷണം കണ്ടിട്ട് സാരി ആയിരിക്കും എന്ന് പറയുന്നു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചേച്ചിക്ക് തോന്നുന്നു? മഞ്ജു ശേഷി ഏത് ഡ്രസ് ആയിരിക്കും ഇട്ടുകൊണ്ട് വരാൻ സാധ്യത ഇന്നത്തെ ഇനോഗ്രലിന്? ചുരിദാറാണ് തോന്നുന്നു. സാരി ആണെങ്കിൽ ഏത് കളറായിരിക്കും ചേച്ചിയുടെ ഒരു ഉദ്ദേശം? മഞ്ഞയായിരിക്കും മഞ്ജു ശേഷി കൊണ്ട് വരുന്നത് എന്ന് പറയുന്നു. പീച്ച് കളറിലുള്ള ഡ്രസ് ഉണ്ടായിരിക്കും മഞ്ജു ശേഷി ഇട്ടുന്നത്. സാരിയുണ്ട്, ചുരിദാറുണ്ട്, വേറെ അധികം ഡ്രസ്സസ് ഒന്നും കേട്ടിട്ടില്ല. മഞ്ജു ശേഷിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ്? കൽമതം, ഹൗ ഓൾഡ് ആർ യു, 6-ാം തമ്പുരാൻ, ഈ എത്ര പടങ്ങൾ അല്ലേ? ഓക്കെ, റെഡി. സോ സ്റ്റാർട്ട് ചെയ്യാം. ചുടമേളം സമർപ്പിച്ചുകൊണ്ട് മഞ്ജു വാര്യർ, മഞ്ജു ശേഷി is all here. നമുക്ക് let's get a loud round of applause. Let's give her a loud round of applause and Regal Jewellers in the Manju Warrior is all here.
റീഗൽ ജുവലേഴ്സിന്റെ പാലക്കാടത്തെ ഷോറൂമിന് വേണ്ടി എത്തിയും പാലക്കാടിന്റെ സ്നേഹം അറിയിക്കുന്നു. മഞ്ജു ചേച്ചിയാണ് റീഗൽ ജുവലേഴ്സിന് വേണ്ടി പാലക്കാടിന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. ചേച്ചി ഇനാഗുറേഷന് വേണ്ടി ക്ഷണിക്കുന്നു. കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് ആരുടെയും ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ട് വന്നാ മതി. ചേച്ചി എന്റെ ചേച്ചി ഇവിടെ പോയി എവിടെ? ആ ഓക്കെ ഓക്കെ. ആ ചേച്ചിയെ മാത്രം ഒന്ന് കടത്തി വിട്ടേ. ചേച്ചി അതെയല്ലേ, ആ ചേച്ചിയെ നീല ചുരിദാർ ഇട്ട ചേച്ചിയെ മാത്രം ഒന്ന് കടത്തി വിട്ടാൽ മതി കേട്ടോ. നല്ലൊരു കയ്യടി കൊടുത്ത ചേച്ചിക്ക്. ഇന്ന് റീഗൽ ജുവലേഴ്സിന്റെ പാലക്കാടത്തെ ഷോറൂം ഇനോഗ്രേഷന് വേണ്ടി മഞ്ജു ചേച്ചി ഇവിടെ എത്തിയപ്പോ ചേച്ചിയെ മാത്രം. ബൗൺസർ ചേട്ടന്മാരൊന്ന് ഒരു ചേച്ചിയെ മാത്രം, അകത്തോട്ടല്ല, ഇവിടെ വരെയുള്ളൂ. നീല ചുരിദാർ ഇട്ട ചേച്ചി, നീല ചുരിദാർ മാത്രം ഇട്ട ചേച്ചി. സോറി കേട്ടോ, നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. മോളെ ഇവിടെ ഏൽപ്പിച്ചേക്കോ ചേച്ചി. ആ അയ്യോ, മോളെ കൂടെ കയ്യിലെടുത്ത ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. അയ്യോട്ടാ. ആ അയ്യോ, കുഞ്ഞു പേടിക്കരുത്, ചേച്ചിയുണ്ട്. നമുക്ക് ആ കണ്ണാടി കൂടുമ്പോട്ടെ ഒന്ന് വെറുതെ ഇട്ടാ. റെഡിയാണോ? റെഡി? ഇവിടെ ചേച്ചി വരും. ഈ ഡാൻസ് ആയിട്ട് ചേച്ചി വരുത്തണം. ചേച്ചിയുടെ വേറൊരു സോങ് പറഞ്ഞേ, അടിപൊളി ഒരു സോങ് ഉണ്ടോ? ഓക്കെ, അപ്പൊ കണ്ണാടി കൂടുകൂടി തന്നെ ഇത് തന്നെ പ്ലേ ചെയ്തോട്ടോ. ഒരു 2 സെക്കൻഡ് കൂടെ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണം കേട്ടോ. മനസ്സറിഞ്ഞ് ചെയ്താലേ ചേച്ചി വരുള്ളൂ. ഇപ്പൊ ചേച്ചി വരണമെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ മ്യൂസിക് പ്ലേ. ആ അതെ തന്നെ, അതോട്ട് തന്നെ. റെഡി? പ്ലേ ചെയ്താ ട്രാക്ക് ഒന്ന് മാറ്റി എനർജി ബൂസ്റ്റ് ചെയ്യണ്ടേ? From 35 seconds. Yes. നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിക്കാം. ജീന നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് മഞ്ജു ചേച്ചിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. റീഗൽ ജുവലേഴ്സിന്റെ പാലക്കാട് ഷോറൂമിന്റെ ഇനോഗ്രേഷനുമായിട്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന MD ആൻഡ് CEO വിപിൻ ശിവദാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ഗോപാൽ എന്നിവരെ കൂടി ഞാൻ വിളിക്കുകയാണ്. പാലക്കാടത്തെ ഇനോഗ്രേഷനുമായിട്ട് അനുബന്ധിച്ച് the South Indian the twin Manju warrior Manju ചേച്ചി is all here. So ഇനോഗ്രേഷൻ നടത്തി കഴിഞ്ഞു. റീഗൽ ജുവലേഴ്സിന്റെ പാലക്കാടത്തെ ഷോറൂം ആണ് ചേച്ചി ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തത്. റീഗൽ ജുവലേഴ്സിനെ പറ്റി നമുക്കറിയാം, 6 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ദ ലെഗസി ഉള്ള ദ ബ്രാൻഡ് നെയിം റീഗൽ ജുവലേഴ്സ്. 100% ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഉള്ള ഇത്രയും പേരും 7 മണി തൊട്ട് ചേച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എനിക്കറിയില്ല, ചേച്ചി ഓരോ തവണ കാണുന്തോറും നമുക്കൊക്കെയാണ് പ്രായമാകുന്നത്, ചേച്ചിക്ക് പ്രായമാകുന്നേ ഇല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് റീഗലിലേക്ക് ചേച്ചി എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിശ്വാസമാണ്. റീഗൽ എന്നാൽ വിശ്വാസമാണെങ്കിൽ മഞ്ജു വാര്യർ എന്നാൽ വിശ്വാസമാണ്. ആ വിശ്വാസ്യതയുടെ പേരുകളാണ് ഇന്നിവിടെ പാലക്കാടിന്റെ മണ്ണിൽ ഒന്നിച്ചു. എൻ്റെ ഒരു അസോസിയേഷൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി വളരെ സൗകര്യത്തോടെ ഇത് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിലേക്ക് എന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തതിന് വിപിനോടും ശ്രീ ഗോപാൽജിയോടും എൻ്റെ റീഗൽ ജുവലേഴ്സിൻ്റെ ടീമിനോടും ഫാമിലി ഒക്കെയെന്നുള്ളതിനേക്കാളുപരി ഫാമിലി എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം പാലക്കാട് എപ്പോൾ വരുമ്പോഴും എനിക്ക് മനസ്സ് നിറഞ്ഞ സ്നേഹമാണ്. ഷൂട്ടിങ്ങിനും മറ്റു ചടങ്ങുകൾക്കൊക്കെ വരുമ്പോൾ എപ്പോഴും മനസ്സ് നിറഞ്ഞ സ്നേഹം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നും ഈ കാണുന്ന സ്നേഹത്തിനും ഒക്കെ എനിക്ക് എന്ത് പകരം തന്നാലും മതിയാവില്ല. എന്നും നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും പ്രാർത്ഥനയിലും എൻ്റെ പേര് ഓർക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ചേച്ചി ഇന്ന് വേറെ ചെയ്തിരിക്കുന്ന ഈ മാല, നെക്ക് പീസ്, ബാങ്കിൾ എല്ലാം തന്നെ റീഗൽ ജുവലേഴ്സിന്റെ ആണ്. അപ്പൊ ഈ ഡ്രസ് ഉറപ്പായിട്ടും പല്ലവിയുടെയും ആണ്. പല്ലവി, താങ്ക് യു സോ മച്ച് ചേച്ചി. മിനി ചേച്ചിയാണ്
ഓക്കെ സ്നേഹം അറിയുന്നു. ചേച്ചിയെ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാണാൻ കാത്തിരുന്നു. എക്സ്ട്രീം ഒരു വലിയ ബിഗ് ഹാൻഡ്സ് ടു ഗോപാൽ സാർ. യെസ് യെസ്, ഏറ്റവും നല്ല കളക്ഷനുമായിട്ടാണ് സർ റീഗൽ ജ്വല്ലേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല യുണീക് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ റീഗൽ ജ്വല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് പറയാനായിട്ട് കേരളത്തിലെയും കർണാടകയിലെയും നമ്പർ വൺ ലീഡിംഗ് റീഗൽ ജ്വല്ലേഴ്സിന് വേണ്ടി ഇവിടെ ഇതാ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ മഞ്ജു ചേച്ചി സ്നേഹം അറിയിക്കുന്നു. ഇനി ഒന്ന് നമുക്ക് സ്റ്റേജ് വേഗതാക്കാം. ചേച്ചി ഒരാഗ്രഹം പറഞ്ഞു, വേറൊന്നുമില്ല. തമിഴ് കൾച്ചറും കൂടിയുണ്ട്. ചേച്ചിയെ തമിഴ് സിനിമകളിൽ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ചേച്ചി ഒരു തല അജിത്തുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ, രജനി സാറുമായിട്ട് നിൽക്കുമ്പോൾ ഒരു ചെറിയ ആഗ്രഹമാണ് ആ വേട്ടയിലെ സോങ് ഒന്ന് പ്ലേ ചെയ്തോട്ടെ, ചേച്ചി ഒന്ന് ക്ലാപ്പ് ചെയ്ത് മൂവ് ചെയ്തോളും എന്നൊന്ന് വരും ചേച്ചി. ഓൾ റൈറ്റ്, നമുക്ക് ആ വേട്ടയിലെ സോങ് റീഗൽ ജ്വല്ലേഴ്സിന്റെ സന്തോഷം. ഗോപാൽ സാർ റെഡിയാണോ? Joy, please sir, please sir. So വേട്ടയിലെ സോങ് 35 seconds later. മഞ്ജു വാര്യർ, ഞങ്ങളുടെ സൗത്ത് ഇന്ത്യയുടെ the queen is on here for Regal Jewellers. Can we have the song? Song please. ചേച്ചി അഭിനയിച്ച രജനികാന്ത് സോങ് ചേച്ചി പാലക്കാട് വീണ്ടും ഇനിയും ഒരുപാട് പ്രാവശ്യം കൂടെ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോങ് റെഡിയാണോ ചേട്ടാ? റെഡി? ഒരൊറ്റ ഫോട്ടോയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സോങ് ടു ബി റെഡി. സോ നമുക്ക് വേണ്ടിയിട്ട് റീഗൽ ജ്വല്ലേഴ്സിന് വേണ്ടിയിട്ട് റീഗൽ ജ്വല്ലേഴ്സ് ജിതൻ ഇത് കഴിഞ്ഞ ആളുകൾ തന്നെ ചേച്ചിയെ നമ്മൾ ഫ്രീ ആക്കും. ജസ്റ്റ് ലൈക്ക് Gopal sir is here, Vipin Shraddha sir is here, Pallavi is all there. So, Manjuji, ready? Music ready? ഒരു വലിയ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ റീഗൽ ജ്വല്ലേഴ്സ് പാലക്കാടിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ചേച്ചി പാലക്കാടിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു, വി ലവ് യു. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, speaking fast, I can roast, I can gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you are behind a fake exterior. Inferior, you know I'll always be a bit superior. Get off with me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you
be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient,